തലസ്ഥാനത്ത് രണ്ടാം മെഡിക്കൽ കോളേജ് കെ കരുണാകരൻ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് എന്ന് നാമകരണം ചെയ്ത് സർക്കാർ ഉത്തരവിറക്കി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയും തൈക്കാട് ആശുപത്രിയും സംയോജിപ്പിച്ച് രൂപീകരിക്കുന്ന രണ്ടാം മെഡിക്കൽ കോളേജിന് കെ കരുണാകരൻ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് എന്ന പേര് നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. സംസ്ഥാനത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് നിർണായക മുന്നേറ്റമായാണ് പുതിയ മെഡിക്കൽ കോളേജിന്റെ രൂപീകരണത്തെ വിലയിരുത്തുന്നത്. നിലവിലുള്ള ആരോഗ്യ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി മെഡിക്കൽ വിദ്യാഭ്യാസവും ചികിത്സാ സേവനങ്ങളും കൂടുതൽ വിപുലീകരിക്കുകയാണ് ലക്ഷ്യം. അടുത്ത അധ്യയന വർഷം മുതൽ തന്നെ പ്രവേശനം ആരംഭിക്കുന്നതിനാവശ്യമായ നടപടികൾ വേഗത്തിലാക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അടുത്തിടെ ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ കടുംവെട്ട്. ലക്ഷദ്വീപിൽ ഉന്നത ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടു. നിരവധി ഉന്നത ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ പിരിച്ചുവിടുകയും കോളേജുകളിലെ ഡിഗ്രി കോഴ്സുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. 10 പേരെയാണ് ഇന്ന് പിരിച്ചുവിട്ടത്. വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കാണ് നിർബന്ധിത വിരമിക്കൽ. പിരിച്ചുവിടപ്പെടുന്നവർക്ക് 3 മാസത്തെ ശമ്പളവും അലവൻസും നൽകും. കഴിഞ്ഞ ദിവസം 47 പേരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടിരുന്നു. തൊട്ടുപിന്നാലെ വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കി വിദ്യാഭ്യാസ വകുപ്പ് നടപടിയും വന്നു. അലോട്ട്മെന്റിന് തലേന്ന് സർക്കാർ കോളേജുകളിലെ കോഴ്സുകൾ വെട്ടിക്കുറച്ചു. ആന്ത്രോത്ത്, കടമത്ത്, മിനിക്കോയി കോളേജുകളിലെ കോഴ്സുകളാണ് വെട്ടിക്കുറച്ചത്. BA പൊളിറ്റിക്കൽ സയൻസ്, BA ഇംഗ്ലീഷ്, വിവോക് കോഴ്സുകൾ ഒഴിവാക്കി. അതേസമയം കോഴ്സുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള കാരണം വിശദീകരിച്ചിട്ടില്ല. ഹൈക്കോടതിയിൽ അഭിഭാഷകരുടെ എണ്ണം കൂട്ടി സർക്കാർ. അധികമായി സൃഷ്ടിച്ചത് 11 തസ്തിക. കേരള ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെ എണ്ണം കൂട്ടി സർക്കാർ ഉത്തരവ്. 11 പുതിയ തസ്തികകളാണ് അധികം സൃഷ്ടിച്ചത്. 3 സ്പെഷ്യൽ പ്ലീഡർമാർ, 4 സീനിയർ ഗവൺമെന്റ് പ്ലീഡർ, 5 ഗവൺമെന്റ് പ്ലീഡർ തസ്തികയാണ് അധികമായി സൃഷ്ടിച്ചത്. ജഡ്ജിമാരുടെ എണ്ണം കൂടിയതും കേസുകളുടെ ബാഹുല്യവും കണക്കിലെടുത്ത് കൂടുതൽ അഭിഭാഷകരെ നിയമിക്കണമെന്ന AGയുടെ ആവശ്യപ്രകാരമാണ് നടപടിയെന്നാണ് ഉത്തരവിൽ പറയുന്നത്. നിലവിൽ 137 ഗവൺമെന്റ് പ്ലീഡർമാർ ഹൈക്കോടതിയിലുണ്ട്. 1 വർഷത്തേക്കാണ് പുതിയ താൽക്കാലിക നിയമനം. എന്നാൽ പിന്നീട് ഇത് സ്ഥിരപ്പെടുത്തുകയോ ദീർഘിപ്പിക്കുകയോ ചെയ്യുമെന്നും ഉത്തരവിൽ പറയുന്നു. ആശുപത്രി വികസന സമിതികളിൽ SC, ST, വനിതാ പ്രാതിനിധ്യം നിർബന്ധമാക്കി ഉത്തരവിറക്കിയ ആരോഗ്യവകുപ്പ്. സർക്കാർ പ്രതിനിധികളായാണ് ഇവർ സമിതിയിലെത്തുക. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള ആശുപത്രികളിലെ വികസന സമിതികളും വികസന സൊസൈറ്റികളും പുനഃസംഘടിപ്പിക്കുമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു തീരുമാനമെന്നും SC, ST, വനിതാ വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്ന സർക്കാർ നയത്തിന്റെ ഭാഗമാണ് ആരോഗ്യവകുപ്പിന്റെ നടപടിയെന്നും മന്ത്രി പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. ഡൽഹിയിൽ നിന്നും കാണാതായ മലയാളി വിദ്യാർത്ഥിനിയെ കണ്ടെത്തി. 23-കാരി സഫിയ യൂബിനെയായിരുന്നു ഇന്നലെ രാത്രി 11:30 മുതൽ കാണാതായത്. തിരുവനന്തപുരം പൂന്തുറ സ്വദേശിനിയാണ് സഫിയ. ജാമിയ മിലിയ ഇസ്ലാമിലെ ഇന്റർനാഷണൽ റിലേഷൻസ് 2ാം വർഷ MA വിദ്യാർത്ഥിനിയാണ്. മരുന്ന് വാങ്ങാൻ വേണ്ടി ഓക്ല ഹെഡിലെ താമസ സ്ഥലത്ത് നിന്ന് പുറത്തുപോയതായിരുന്നു സഫിയ. വിദ്യാർത്ഥിയെ കാണാതായതിനു പിന്നാലെ CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം.